എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഐറ്റമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ നോമ്പിലാണ്, അതുകൊണ്ട് അവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വെജിറ്റേറിയൻ ഐറ്റംസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് വേണ്ടി ചേന മെഴുക്കുവരട്ടി കൊണ്ടുവരാമെന്ന്. സാധാരണ രീതിയിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ 2 ലെയർ ബ്ലാക്ക് കോഫി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നമ്മുടെ ഫാൻസ് പേജിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ? പക്ഷെ കുറച്ച് പേർക്ക് ശരിയായിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസണും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കറക്റ്റായിട്ട് 2 ലെയർ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവാത്തവർ വീണ്ടും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്. ഇന്നലെ ആ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചേന മെഴുക്കുവരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ചേന എടുത്തിട്ടുണ്ട്. ചേന ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ, ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണ്ട. അപ്പോൾ ചേന മുറിക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് ചേന മുറിക്കുമ്പോൾ കൈ നന്നായിട്ട് ചൊറിയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചേന മുറിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവുക, അതിനുശേഷം ചേന മുറിക്കുക. അപ്പോൾ ചേന മുറിക്കണമെങ്കിൽ തന്നെ എപ്പോഴും എന്താ പറയുക, ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി കളയുക, എന്നിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ വഴുക്കിയിട്ട് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മത്തങ്ങ മുറിക്കുമ്പോഴും ചേന മുറിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ചേന ശരിക്കും നല്ല ബലം പ്രയോഗിച്ച് മുറിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആദ്യം വലിയ കത്തി ഉപയോഗിച്ചിട്ട് ഒരു 5-6 കഷ്ണങ്ങളാക്കി മുറിക്കുക, അതിനുശേഷം തൊലി കളയുക, പിന്നെ ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതാക്കി മുറിച്ച് വെക്കുക. എന്നിട്ട് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളാണിത്. നമുക്ക് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ചേന ഒരിക്കലും കുക്കറിൽ കുക്ക് ചെയ്യാറില്ല. അഥവാ നമ്മുടെ കണ്ണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആകെ അങ്ങ് അലിഞ്ഞു പോണ പോലെയാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സാധാരണ ഒരു പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് നമുക്ക് ഇതൊരു 1/2 കിലോളം വരും കേട്ടോ ചേന ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചേന, മക്കൾക്കും ജാനും ഒക്കെ. പ്രത്യേകിച്ച് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്കോ നമ്മുടെ ചേനയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമല്ല, അതിന് പകരം ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് ഈ ചേനയുടെ കഷ്ണങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. പക്ഷേ ചേന റെസിപ്പിയുടെ സീക്രട്ട് എന്ന് പറഞ്ഞത് തന്നെ തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഞാൻ അതിന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് തേങ്ങയിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിരിക്കുന്ന പാലാണിത്. 1-ാം പാലല്ല, അതായത് കട്ടിപ്പാലൊന്നുമല്ല, അത്യാവശ്യം ലൂസായിട്ടുള്ള പാലാണ്. കട്ടിപ്പാലാണെങ്കിൽ മാത്രമാണ് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക. ഇതിപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ അളവ് പറഞ്ഞുതരാം എത്രയുണ്ടെന്നുള്ള കാര്യം. 2 ഗ്ലാസ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ 1.5 ഗ്ലാസ് തേങ്ങയിലോട്ട് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തോളൂ ഇതിലോട്ട്. പക്ഷേ ഇത് മതിയാകും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇടണം. അവസാനം കുറവാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് നാളികേരപ്പാൽ അങ്ങ് വറ്റിച്ചെടുക്കണം. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചണം. അപ്പോൾ എനിക്ക് 15 മിനിറ്റ് ആയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 15 മിനിറ്റ് എടുക്കണമെന്നില്ല. കാരണം ഓരോ ചേന അനുസരിച്ചും ഇതിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. എപ്പോൾ കുക്കായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ സമയത്ത് ഇത് തുറന്ന് വെച്ചതിന് ശേഷം വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ആകെ അങ്ങ് അളിവിളിയായിട്ട് പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ കാച്ചി ഒഴിക്കാം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ചേന ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സവാള ചേർക്കാം. സവാള ആണെങ്കിൽ ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ ഇതിലേക്കൊക്കെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് നുറുക്കിയിട്ട് കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൽ ഉപ്പ് നോക്കാൻ മറക്കരുത്. അതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു അല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ചതച്ച മുളകാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ചതച്ച മുളകില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ചതച്ച മുളകാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ച് മാറ്റം വരുത്തണം. കാരണം നാളിരിപ്പാല ആയതുകൊണ്ട് അത്യാവശ്യം മുളക് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ച മുളക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുടെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചേനയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മുളകും ഉള്ളിയൊക്കെ എത്തണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. അയ്യോ എന്ത് ടേസ്റ്റാ, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കറക്റ്റ് ഉപ്പായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇതിൽ കിടന്നൊന്ന് വലിയട്ടെ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ അവസാനമായിട്ട് കുറച്ചും കൂടി കറിവേപ്പിലേൻ്റെ മേലേക്കൂടെ വിതറി കൊടുക്കാൻ പോവാണ്. ഇത് വേണമെങ്കിൽ അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഇച്ചിരി വേവ് കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അടുക്കള പോയി തിരിച്ചു വരുന്നപ്പോഴേക്കിനെ പാത്രത്തിലിരുന്നിട്ട് അങ്ങ് കുറച്ച് വെന്തു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചോളൂ. എനിക്ക് പക്ഷേ ഇനി കുഴഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചേന മെഴുക്കുവരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലെ തന്നെയാണ് ഞാൻ മുരിങ്ങക്കായ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുരിങ്ങക്കായുടെ വീഡിയോ നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്താണെന്നറിയാമോ? ചോറ്, മുതിര മെഴുക്കുവരട്ടി, നമ്മുടെ ചേന മെഴുക്കുവരട്ടി, ലെമൺ പിക്കിൾ. ഈ ലെമൺ പിക്കിൾ ഓർമ്മയുണ്ടോ? ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഓൾറെഡി കാലിയാവാറായി കേട്ടോ. ഞാൻ പിറ്റേ ദിവസം തൊട്ട് തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ. ചാറുകറി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചാറുകറി കഴിക്കില്ല. അപ്പോൾ ഈ മുതിരയും ചേനയും അതുപോലെ തന്നെ നമ്മുടെ നോക്കിയേ തൊടുമുളകിന് അലിഞ്ഞു പോണ പോലത്തെ ഒട്ടും കയ്പില്ലാത്ത രീതിയിലായിട്ടുണ്ട് നമ്മുടെ അച്ചാർ. ഇതും കൂടെ കഴിക്കുക. പിന്നെ നമ്മുടെ നാരങ്ങച്ചാറ് കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ കയ്പൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ ഞാനൊരു വായ കഴിക്കട്ടെ. കുറേ ദിവസമായി നിങ്ങളെ കൊതിപ്പിച്ചിട്ടില്ലേ? 2-3 ദിവസമായിട്ട് വയ്യാത്ത കാരണം കൊതിപ്പിക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തുകൊണ്ട് പരിപാടി? പാട്ട് കേട്ടിട്ട് ജോലി ചെയ്യുന്നോ? പാട്ടൊന്നും നിന്റെ വീഡിയോയിൽ ഇടാൻ പാടില്ല. ഇടാൻ പാടില്ല? മിസ്സായി പോയല്ലോ. റിലാക്സേഷൻ കോപ്പിറൈറ്റ് ഹിഗ്ഗെ ഹിഗ്ഗെ ആൾക്കാർ ഹിഗ്ഗെ എന്താണ് അല്ലേ? ആ സ്റ്റോറി ലൈഫ് ഓഫ് AJ ഫിക്രിയുടെ പിന്നിൽ ഹിഗ്ഗെ ആ പുസ്തകത്തിൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും അല്ലേ? ദ ഡാനിഷ് വേ ടു ലിവ് വെൽ. ഇപ്പൊ നമ്മള് ഡാനിഷ് വേയിൽ ആണോ ജീവിക്കാൻ പോണി? ലോകത്തെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഡാനിഷ്. പാട്ട് കേട്ടുകൊണ്ട് നല്ല കാപ്പിയില് മാഷ്മെല്ലോ ഒക്കെ ഇട്ടിട്ട് ചോക്ലേറ്റില് ഹോട്ട് ചോക്ലേറ്റില് അതൊക്കെ കണ്ട് സിനിമ കാണാം. വെറുതെ ഒരു വീടിലെ ജനാലപ്പടിയിൽ കുറച്ച് കുഷ്യനൊക്കെ ഇട്ടിട്ട് അതുമൊക്കെ അറിയിക്കുക. അതൊക്കെയാണ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷത്തിന്റെ ആൾക്കാരല്ലേ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഈ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇത് ജനാലപ്പടിയിൽ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വല്യമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ വീടുകൾക്ക് ജനാലപ്പടി പോലും ഇല്ല. പലരും മാറി, മനുഷ്യർ മാറി. നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുടിക്കുക, സന്തോഷിക്കുക, ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കുക, ബെഡ്റൂമിലിരുന്ന് കാപ്പി കുടിക്കുക. കാൻഡിൽസ് ഒരുപാട് കാൻഡിൽസ് ഉണ്ടാവുക, ഒരുപാട് കുഷ്യൻസ് ഉണ്ടാവുക. ജോലിയുടെ ഞാൻ ശല്യപ്പെടുത്തല്ലേ?